കെ എം ഷാജഹാൻ പൊതുപ്രവർത്തകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ എം ഷാജഹാൻ, ഇപ്പോൾ ഹൈക്കോടതിയുടെ കൃത്യമായ ഒരു ഇടപെടൽ കൂടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. കാരണം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എപ്പോഴും കേന്ദ്രത്തെ പഴിചാരുന്ന ഒരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിലിപ്പോൾ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ പഴിചാരുന്ന സ്ഥിരം സ്വഭാവം ഒന്ന് അവസാനിപ്പിക്കണം. കാരണം ഈ വിഷയത്തിൽ കേന്ദ്രത്തെ പഴിചാരുന്നതിന് പകരം കൃത്യമായ കണക്കുകൾ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയണമെന്ന് തന്നെയാണ്. അല്ല, ഇതിൽ രണ്ട് കാര്യമുണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ പഴിചാരൽ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഈ വയനാട് ദുരന്തത്തിൽ ഒരു നയാ പൈസ പോലും കേന്ദ്രം കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. CPM ഇങ്ങനെ സ്ഥിരം പഴിചാരുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ആ പഴിചാരെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇത്രയും വലിയ 100-400 പേര് മരിച്ചൊരു ദുരന്തം ഉണ്ടായിട്ടും അതിന് ഇതുവരെ 10 പൈസ പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും പ്രതിഷേധാർഹമാണ് എന്നുള്ളത് ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോകാം. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് അവരുടെ ഖജനാവിൽ ഈ ഇതുപോലുള്ള ദുരന്തങ്ങൾക്ക് ചെലവഴിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ ഏതാണ്ട് ഒരു 540 കോടി രൂപയോളം ചെലവഴിക്കപ്പെടാതെ കിടക്കുകയാണ്. അത് കേന്ദ്രത്തിൽ നിന്ന് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതിലൊരു നയാ പൈസ പോലും സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടില്ല. ഒന്ന്. രണ്ട്, അവര് ഒരു ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് നാട്ടുകാരുടെ നിന്ന് പിരിച്ചിരുന്നു. അതിലും ഒരു 10-400 കോടി രൂപ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ അവസാനം വരെ നോക്കിയില്ല, മറ്റേ ദിവസം ഞാൻ നോക്കുമായിരുന്നു. പക്ഷെ ഇപ്പം 1-2-3 ആഴ്ചയായിട്ട് നോക്കിയിട്ടില്ല. എന്തായാലും എല്ലാം കൂടെ ചേർന്ന് ഈ ദുരന്ത നിവാരണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏതാണ്ട് ഒരു 1000 കോടി രൂപയ്ക്കടുത്തെങ്കിലും കയ്യിൽ വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോ 1000-ലടുത്ത് കോടി രൂപ കയ്യിൽ വെച്ചുകൊണ്ട് കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പഴിചാരലിന്റെ ഒരു വശം അതിനകത്ത് വരുന്നത്. അപ്പൊ ഒരു വശത്ത് കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല എന്നുള്ളത് ശക്തമായി ഉന്നയിക്കാൻ കഴിയണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. സംസ്ഥാന ഗവൺമെന്റ് അവർ ചെയ്യാനുള്ളത് ചെയ്യാതെ ഒരു 10,000 കോടി രൂപയോളം കയ്യിൽ വെച്ച് ചെലവഴിക്കാതിരുന്നിട്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു യുക്തിയില്ല. അതേസമയം ആ 1000 കോടി രൂപ ദുരന്ത ബാധിതർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് ചോദിക്കുന്നതെങ്കിൽ അതിനകത്തൊരു യുക്തി ഉണ്ടാകുമായിരുന്നു. അതായിരിക്കണം ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ഓഡിറ്റ് ഉണ്ടോ, അതിന്റെ കണക്കുണ്ടോ? നമുക്കറിയാലോ, മറ്റേ ആളുകളെ സംസ്കരിക്കുന്നതിന് ഉൾപ്പെടെ എത്രയോ 10,000 രൂപ വെച്ച് മേടിച്ചതിന്റെ കാര്യം നമുക്കറിയാലോ. അപ്പൊ അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1000 കോടി രൂപ കയ്യിൽ വെച്ച് ചെലവഴിക്കാതെ കേന്ദ്രത്തെ പറയുമ്പോഴാണ് ഈ പഴിചാരലിന്റെ സ്വഭാവം അതിനകത്ത് വരുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ എം ഷാജഹാൻ. ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പഴിചാരൽ നിർത്തുമെന്ന് സംസ്ഥാന സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ കണക്ക് കൃത്യമാകണമെന്നും കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓഡിറ്റ് പോലും കൃത്യമല്ലല്ലോ എന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്.